ഫ്രണ്ട്സ്, എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയ റെസിപ്പികൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഞാൻ ഇഷ്ടമായാൽ അഭിപ്രായങ്ങൾ പറയുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ജീര റൈസ്. ജീര റൈസിന്റെ കൂടെ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷനായ ദാൽ തടുക്ക. ജീര റൈസ് ദാൽ തടുക്കയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവരും കണ്ടതിന് ശേഷം, ഉണ്ടാക്കി നോക്കിയതിനു ശേഷം അഭിപ്രായം പറയണം, സപ്പോർട്ട് ചെയ്യണം. ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബസ്മതി റൈസാണ്. അതൊരു ഒന്ന് കഴുകിയതിന് ശേഷം ഒരു 20 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെച്ചു. സോക്ക് ചെയ്യാൻ വെച്ചത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ അരി നല്ല നീണ്ടു വരും ബസ്മതി റൈസ്. അതുപോലെ തന്നെ ഞാനൊരു പാത്രത്തിൽ വെള്ളം എടുത്തതിന് ശേഷം 2 ഗ്രാമ്പും പട്ടയും കറുവപ്പട്ട ആഡ് ചെയ്തു. ലേശം ഉപ്പ് ആഡ് ചെയ്തു. നമ്മുടെ ചോറിന് പാകത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്തു. ലേശം എണ്ണ ഒഴിച്ചു. എണ്ണ ഒഴിക്കുമ്പോൾ ചോറ് നല്ല ഒറ്റയായിട്ട് കിട്ടും. വെള്ളം തിളച്ച് കഴിയുമ്പോൾ അരി ആഡ് ചെയ്യുക, നല്ലോണം വേവിച്ചെടുക്കുക. നമ്മുടെ അരി ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് ഈ പരുവം ഒരുപാട് വേവണ്ട, കുറച്ച്. ഇനി നമുക്ക് ആ അരി ഒന്ന് കുറച്ച് നേരം കൂളാകാൻ വയ്ക്കുക. ആ സമയം കൊണ്ട് നമുക്ക് ദാൽ തടുക്ക ഉണ്ടാക്കാം. ഒരു പാൻ വയ്ക്കുക, ഓയിൽ ഒഴിക്കുക. ഓയിലൊന്ന് ഹീറ്റായതിനു ശേഷം ഒരു സ്പൂൺ ജീരകം ആഡ് ചെയ്യുക. ജീരകം ഒന്ന് ഫ്രൈ ആയതിനു ശേഷം പച്ചമുളകും കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ചൊരു 1/4 ടീസ്പൂൺ കായം. അതിനുശേഷം ഒരു സവാള അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കുക. പാകത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു തക്കാളി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ആവശ്യമില്ല, ഞാൻ ഒരു കളറിന് വേണ്ടി മാത്രമാണ് ചേർത്തത്. എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ പച്ചമുളക് കൂടുതൽ ആഡ് ചെയ്യുക. ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ പീസ് പരിപ്പ് ആദ്യമേ വേവിച്ച് വെച്ചായിരുന്നു, അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഒരു 1/2 ഗ്ലാസ് പീസ് പരിപ്പാണ് വേവിച്ചത്. ഒന്ന് ഇളക്കി കഴിഞ്ഞ് നമ്മൾ പാകത്തിന് കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും മല്ലിപ്പൊടി ആഡ് ചെയ്യുക, നല്ലോണം ഇളക്കി കൊടുക്കുക.
പാകത്തിന് ഉപ്പ് നോക്കി ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആദ്യം ഉപ്പ് ആഡ് ചെയ്തായിരുന്നു, നോക്കി പാകത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലോണം തിളച്ചതിന് ശേഷം നമുക്ക് ആ പാൻ മാറ്റി വെച്ച ശേഷം വേറൊരു പാൻ വെച്ചതിന് ശേഷം നമുക്ക് തടുക്കയ്ക്കുള്ളത് റെഡിയാക്കാം. കുറച്ച് ഓയിൽ ഒഴിക്കുക, 1 സ്പൂൺ ജീരകം, അതൊന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കും. അത് നമ്മുടെ ദാളിലോട്ട് ആഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ തടുക്ക റെഡിയായി, ദാൽ തടുക്ക റെഡിയായി. ഇനി അടുത്ത നമുക്ക് നമ്മുടെ ജീര റൈസ് റെഡിയാക്കി എടുക്കാം. കുറച്ച് ഓയിൽ ഒഴിക്കുക. ആ ഓയിലൊന്ന് ഹീറ്റ് ആകുമ്പോഴത്തേക്കും ഒരു 1.5 സ്പൂൺ ജീരകം ആഡ് ചെയ്യുക. ഞാനിവിടെ 1 ഗ്ലാസ് അരിയാണ് എടുത്തത്, അതുകൊണ്ടാണ് 1.5 സ്പൂൺ ജീരകം ആഡ് ചെയ്തത്. അതിൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ 2-2.5 സ്പൂൺ എടുക്കാം. ചോറ് നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിരുന്ന ചോറ് കേട്ടോ, ഒറ്റയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ആക്കിയെടുക്കുക. നമ്മൾ ആദ്യം വേവിച്ച് സാധാരണ ഉച്ചക്കത്തെ ചോറൊക്കെ ബാക്കിയിട്ടെങ്കിലും അങ്ങനെയും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം. ചോറ് ആഡ് ചെയ്തതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കുക. നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അടിപൊളി ജീര റൈസ് റെഡിയായി. നമുക്കിനി സെർവിങ് ബൗളിലോട്ട് മാറ്റാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ അമർത്തുവാണെങ്കിൽ എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേ ആദ്യം തന്നെ കാണാം.